പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 5-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ഈ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 92-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ദൈവജനത്തിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്നിരുന്നത് സമാഗമന കൂടാരത്തിലായിരുന്നതിനാൽ എല്ലാവരും അവിടെ ചെന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നു. സമാഗമന കൂടാരം യെരുശലേം ദേവാലയത്തിന് വഴിമാറുകയും ഏതൊരു ഭവനനും ആലയത്തിൻ്റെ പ്രാകാരം വരെ പ്രവേശനവും ലഭിച്ചിരുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ആലയത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. സമാഗമന കൂടാരത്തിൽ ആകട്ടെ ആലയത്തിലാകട്ടെ യാതൊരു വൃക്ഷവും നട്ടിരുന്നില്ല. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ആലയത്തിലെ നടുതല പ്രാകാരത്തിൽ തഴയ്ക്കും എന്നാണ്. ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ സന്നിധിയിൽ നിർത്തുന്നവരെ നടുതലകൾ എന്ന് ഭക്തൻ അലങ്കാര ഭാഷയിൽ വർണ്ണിച്ചിരിക്കുന്നു എന്നതിന് സംശയമില്ല. 52-ാം സങ്കീർത്തനത്തിൽ താൻ പാടുന്നു, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ആകയാൽ ആത്മീയ ദൈവമക്കൾ ആത്മീയ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സകല ജാതികളുടെയും ഇടയിൽ പ്രയോജനപ്പെടണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. ദൈവമക്കൾ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് പ്രയോജനമുള്ളവരും ആയിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം പ്രത്യേക ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടെ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തെ ചില വൃക്ഷങ്ങളോടും ചെടികളോടും ഉപമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അവരുടെ സാമൂഹ്യ വ്യവസ്ഥയെ കാണിക്കുവാൻ അത്തി വൃക്ഷത്തോടും ദൈവമഹത്വം വെളിപ്പെടുത്തുന്നവർ എന്ന നിലയിൽ ലോകത്തിലെ അവരുടെ ആത്മീയ നിലയെ കാണിക്കുവാൻ മുന്തിരിവള്ളിയോടും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത അർപ്പിക്കേണ്ടവരാകയാൽ ഒലിവ് വൃക്ഷത്തോടും തൻ്റെ ജനത്തെ ഉപമിച്ചിരിക്കുന്നു. തൃപ്തിയോടെ ദൈവം സന്നിധിയിൽ ജീവിക്കത്തക്ക നിലയിലാണ് ദൈവം ഓരോരുത്തരെയും തൻ്റെ സന്നിധിയിൽ ആക്കിയിരുന്നത്. ആലയത്തിൽ നടുതല എന്നത് അലങ്കാര ഭാഷയാണ്. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് മനുഷ്യർക്കും ഒരുപോലെ പ്രയോജനമുള്ളവരായി തീരണമെന്നാണ് ദൈവത്തിൻ്റെ വൃക്ഷങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിന് കീഴടങ്ങാതെയും ആത്മീയമായി യാതൊരു പ്രയോജനമില്ലാതെയും പേരിന് ആലയത്തിൽ നിൽക്കുകയും ചിന്തകളും പ്രവൃത്തികളും ലോകത്തിൻ്റെ വിഷയങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള വൃക്ഷങ്ങളെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് തഴച്ചില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകുമെന്നതിന് സംശയം വേണ്ട എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദൈവവചനത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ലോകത്തിൽ പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യണമെന്ന് ആണ് ഓരോ വിശുദ്ധനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഉപദേശവും ജീവിതവും ഒരുപോലെ കാത്തു സൂക്ഷിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു യോസഫ്. ഹിത്യർ അബ്രഹാമിനോട്, യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു എന്ന് പറയുവാനിടയായി. ജാതികളുടെ ഇടയിൽ പിതാക്കന്മാർ എല്ലാവരും നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് നാം പോയി ഫലം കായ്ക്കേണ്ടതിനാണ്. നല്ല ഫലം കായ്ക്കുന്നവരായാലും നല്ല ഫലം കായ്ക്കുന്നവരായും നല്ല സാക്ഷിയുള്ളവരായും തീരുവാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് പലർക്കും നല്ല സാക്ഷികളാകുവാനും നല്ല ഫലം കായ്ക്കുവാനും കഴിയാതെ വരുന്നു. അതുമാത്രമല്ല ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവരും ആയിത്തീർന്നു. പ്രിയ ദൈവത്തിലെ നാം ഓരോരുത്തരും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവർ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു.
നമ്മുടെ മാതൃകപരമായ ജീവിതം നിമിത്തം മറ്റുള്ളവർക്ക് കർത്താവിനെ അറിയുവാൻ ഇടയാകണം. പ്രസംഗത്തെക്കാൾ ജീവിതമാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത്. ആകയാൽ ആലയത്തിൽ നിന്നുകൊണ്ട് പ്രാകാരത്തിൽ തഴയ്ക്കുന്നവർക്ക് ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ചും വചനം ഒത്തിരി അവൻ വെളിപ്പെടുത്തുന്നുണ്ട്. ആകയാൽ നാം ഓരോരുത്തരും ആമേൻ സ്തോത്രം ഹാലില ആമേൻ ഓരോരുത്തരും നടുതല ആയിരിക്കുമ്പോൾ, നല്ല നടുതല ആലയത്തിലെ നല്ല നടുതലയായിരിക്കുമ്പോൾ തന്നെ പ്രാകാരത്തിൽ തഴയ്ക്കുന്നവരും ആയിരിക്കുവാൻ ഉത്സാഹിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവിൻ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാം നല്ല ഫലം കായ്ക്കുന്നവരായി അനേകരെ സഹായിപ്പാൻ, അനേകരെ കരുതുവാൻ, ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ കഷ്ടത അനുഭവിക്കുന്ന ലോകജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകമെമ്പാടും യുദ്ധഭീതിയിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു മൂന്നാം മഹാലോക യുദ്ധത്തിലേക്ക് വഴുതി പോകുമോ എന്ന് സ്തോത്രം ഭയന്നുകൊണ്ടിരിക്കുന്ന ലോകജനത്തിന് സമാധാനമുണ്ടാകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം കൂടെ അടയ്ക്കാമോ? പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ നിങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ പ്രഭാതം കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തന്നതിനായി നന്ദി. അനേക ദൈവമക്കൾ അനേക രാജ്യങ്ങളിൽ കർത്താവ് കഷ്ടതയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ ആലയത്തിൽ നടുതലയായവർ പ്രാകാരത്തിൽ തഴച്ചു വളരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണം. ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാകാരങ്ങളിൽ തഴയ്ക്കുവാൻ കർത്താവെ എല്ലാവരെയും ഒരുക്കണം. എല്ലാവരുടെ ഹൃദയങ്ങളെ ഒരുക്കണം. സമാധാനവും സന്തോഷവും പകരണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മകച്ചമുകെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.